ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അങ്ങനെ ഞാൻ മസ്കറ്റിൽ, അപ്പോൾ എൻ്റെ 18ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഞാൻ മസ്കറ്റിൽ പോയി ബംഗാളി മുക്കിൽ വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. റൂമുകളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ഞാനും കൂട്ടുകാരികളും അവരുടെ ഭർത്താക്കന്മാർ എല്ലാവരും എടുത്ത് താമസിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു സുനാമി വരൽ, വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, അതിൽ ഒരുപാട് ജനങ്ങൾ മരിക്കൽ, അറബികൾ മരിക്കണു, ബംഗാളികൾ, എല്ലാ നാട്ടുകാരും മലയാളികളും ഒക്കെ മരിക്കുക, ഒഴുകി വെള്ളത്തിൽ കൂടെ പോവുക, വീടുകൾ ഒഴുകി പോവുക. അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിന് യാതൊരു കുഴപ്പവും വന്നില്ല. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ 4 വശം ഒഴുകി പോവുക, കറണ്ട് പോയി, റോഡ് മുഴുവനും പൊളിഞ്ഞ് അത് അങ്ങനെ. അപ്പോഴേക്കും ഒരു മല ചെരിഞ്ഞ് ഒരു ഫ്ലാറ്റ് ചെരിയ ബഹളം, തിരക്കും നിലോളിയും ബഹളവും. ഞങ്ങൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെള്ളം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ആ വാതി കാണാൻ പോയപ്പോഴേ ജനങ്ങളങ്ങോട്ട് ഒഴുകി പോയി, മരിച്ച് കിടക്കണ ഭാഗവും വീടുകൾ ഒഴുകി പോയി കിടക്കണ ഭാഗവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന്, പിന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ മാർഗമില്ല. ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ പിന്നെ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കും. പിന്നെ ഞങ്ങൾ പള്ളിയിൽ ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. ജഗ്ഗ് കൊണ്ടുപോയിട്ട് 2 ജഗ്ഗ് വെള്ളം കൊണ്ടുവരും. അതുകൊണ്ട് ചോറും വയ്ക്കും, അത്യാവശ്യം ബാത്റൂമിലും പോകും. അങ്ങനെയാട്ടോ ഞങ്ങൾ കഴിയണത്. അങ്ങനെ 1 മാസത്തോളം കറണ്ടും ഇല്ല, വെള്ളവും എല്ലാം കൊണ്ടും കഷ്ടപ്പെട്ടു. അപ്പോൾ ആൾക്കാർക്ക് വെള്ളം അങ്ങനെ വണ്ടിയിൽ കൊണ്ടു കൊടുക്കുക, ഭക്ഷണ പൊതികൾ കൊണ്ടു കൊടുക്കുക, അങ്ങനെ കുറേ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ആ ഫ്ലാറ്റിൽ ഒരു 5-6 കൊല്ലത്തോളം താമസിച്ചു. നല്ല ഫ്ലാറ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ വേറൊരു ഫ്ലാറ്റിലേക്ക് മാറിയെന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, മുഴുവൻ ബംഗാളികൾ. അപ്പോൾ അവർ ഈ മുറുക്കി തുപ്പലും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വേറൊരു ഫ്ലാറ്റിലോട്ട് മാറി. അവിടെ പോയി കഴിഞ്ഞ് കുഴപ്പമില്ല, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം മത്രയിൽ മീൻ മാർക്കറ്റിൽ പോണ്, മീൻ മേടിക്കണ്, നല്ല പിടയണ മീൻ, ഇഷ്ടമുള്ളത് മേടിക്കണ്, മുറിച്ച് മേടിക്കണ്. അങ്ങനെ മേടിക്കുമ്പോഴേ ഒരു അറബി തന്താട്ടാ, ഒരു 10, 75, 80 വയസ്സുണ്ട്. തന്ത മീൻ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വില കുറവുണ്ട്. അറബിയിൽ പറഞ്ഞു വില കുറവുണ്ട്, ഇങ്ങ് പോരാ. അപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോൾ ചോദിച്ചു അറബിയിൽ എന്താ വില എന്ന് ചോദിച്ചു. ആ സാരില്ല, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നെയ്മീൻ, വലിയൊരു ചൂരമീൻ എടുത്ത് തന്നു. എൻ്റെ വലിയൊരു കവറിലേക്ക് വെച്ചു. എന്നാൽ കാശ് തരണ്ടെന്ന് പറഞ്ഞു. അയ്യോ അത് വേണ്ട ബാബ എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ തന്നാൽ മതി. ഈ ഫോണില്ലേ ബാബ ഞങ്ങളുടെ കയ്യിലെന്ന് പറഞ്ഞു. ആ മീൻ ഇങ്ങോട്ട് തന്ന് ഇത് വേണ്ട മീൻ അങ്ങനെ മേടിച്ചു. അങ്ങനെ രസമായ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ പാർക്കിൽ പോവും, അവിടെ നടക്കും. പിന്നെ മലയാളികൾ കഷ്ടപ്പാടാട്ട, മലയാളികൾക്ക് ഭയങ്കരമായ കഷ്ടപ്പാടാണ്. കച്ചറ എടുക്കാൻ വരുന്നവർ, അവർ കച്ചറ എടുത്ത് പോണ്. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ കൊണ്ട് വെച്ച് ജ്യൂസൊക്കെ കൊടുക്കുക, അവരത് കുടിക്കും. പിന്നെ അവർക്ക് കച്ചറ കൂടാതെയുള്ള സാധനങ്ങൾ മാറ്റി വയ്ക്കും, ചെരുപ്പത്. എന്തോ ഒരു കഷ്ടത്തിലാണെന്നറിയോ മലയാളികൾ അവിടെ കഷ്ടപ്പെടുന്നത്. നാട്ടിലുള്ളവർക്കത് വല്ലത് അറിയണം. അങ്ങനെ പിന്നെ അങ്ങനെ അത് കണ്ടിങ്ങനെ മത്ര സൂക്കിയെ പോവും. പിന്നെ മത്രയിൽ സൂക്കിൽ മീൻ മാർക്കറ്റ് കൂടാതെ ഉണ്ട്, മത്ര സൂക്കുണ്ട്, നല്ല രസമാണ്. അവിടെ പോവും. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമൊക്കെ എല്ലാവരുടെയും പോവും, കറങ്ങും. പിന്നെ വെള്ളിയാഴ്ച ദിവസം അമ്പലത്തിൽ പോവും. കൃഷ്ണൻ്റെ അമ്പലമുണ്ട് റൂവിയിൽ, റൂവിൽ ഉണ്ട്, അവിടെ പോവും. അത് കഴിഞ്ഞാൽ മസ്കറ്റിൽ ഒരു അമ്പലമുണ്ട്, ശിവൻ്റെ അമ്പലം. അവിടെ മാസത്തിലൊരിക്കൽ പോകട്ടെ. അപ്പോൾ അവിടെയൊക്കെ ശിവരാത്രിക്ക് എന്തോ ജനങ്ങൾ തൊഴാനെന്നറിയോ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതൊന്നുമല്ല. അപ്പോൾ റൂവിലത്തെ അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി, ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥന നടക്കുന്ന ഭാഗം, പിന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥന നടക്കുന്ന ഭാഗം. അവിടെ മാതാവിനെ പുറത്തിരുത്തിയിട്ടുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കും. ആ പള്ളിയിൽ കയറും, അവിടെയും വഴിപാട് ചെയ്യും. കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്, അവിടെയും കയറും. പിന്നെ അവിടെ ക്രിസ്മസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ പള്ളിയിൽ പുറത്ത് നിന്നിട്ട് യേശുവിൻ്റെ ഇതൊക്കെ കാണും. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കണ സമയത്തുണ്ടേ ഒരു ദിവസം പോയിട്ട് വന്നു, ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ്
ഉച്ച കഴിഞ്ഞപ്പോൾ പോയി വന്നിട്ട് റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ബെല്ലടി കാണണം, നമ്മുടെ കഥകിൻ്റെ പുറത്ത് ബെല്ലടി. അപ്പോൾ ഈ ലെൻസിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോഴേ ഈ അറബി ഡ്രസ്സിലിട്ടിട്ട് അറബി രണ്ടെണ്ണം. ഇത് കണ്ടപ്പോൾ പേടിച്ചിട്ട്, ഞാനൊരു കൂട്ടുകാരി മാത്രമേ ഉള്ളൂ ഫ്ലാറ്റിൽ. പേടിച്ചിട്ടേ കഥക് തുറന്നില്ല. കഥക് തുറക്കാണ്ടായപ്പോഴേ ഇവരെന്താ ചെയ്ത്, ഒരു അരമണിക്കൂർ നിന്ന് ബെല്ലടിച്ച് ഒരു ഗുണ്ടനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു ഗുണ്ട വന്ന് വാതില ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ ഹാളിലേക്ക് ആക്കിയിട്ട് വാതിലടച്ചിട്ട് പറഞ്ഞു, മിണ്ടരുതെന്ന് പറഞ്ഞു, ഞങ്ങളോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇവർ റൂമിൽ കയറി അളമാരി പരിശോധിക്കലായി. അടുക്കളയിൽ കയറി. അപ്പം എൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, മാലയൊക്കെ. അതൊക്കെ ഞാൻ ഊരി അരി ഇട്ട് വയ്ക്കുന്ന ബക്കറ്റിൽ പൂത്തി വെച്ചു. കാശും അതെ കേട്ടാ. അതൊക്കെ ചെയ്യാൻ തോന്നി. അതൊക്കെ പൂത്തി വെച്ചു. ഇവർ അടുക്കളയിൽ കയറി പരിശോധിച്ചു, അളമാരിലൊക്കെ വലിച്ചിട്ട് പരിശോധിച്ചു. ഒരു രക്ഷയില്ല, കിട്ടിയില്ല. അവർ കഴുത്തിലൊരു കാർഡ് ഇട്ടിട്ട് കാണിച്ചെന്ന് SI എന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ കാണിച്ചാൽ ഞങ്ങളെ അങ്ങോട്ട് പേടിപ്പിച്ചിട്ട് അതാണ് പിന്നെ അവിടെ നിന്ന് ഫ്ലാറ്റ് മാറിയത്. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ അപ്പം അങ്ങനെ കള്ളന്മാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വഴി കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഈ അറബിച്ചക്കന്മാരുണ്ട് കേട്ടോ. അവർ നമ്മളെ കളിയാക്കിയിട്ട് തലയിലൊക്കെ ഇങ്ങനെ പിടിക്കും. തലയിലൊക്കെ ഒരു ജാതി കളിയാക്കിയിട്ട് നമ്മുടെ മുടിക്കെട്ടുമയൊക്കെ പിടിക്കും. അങ്ങനത്തെ ഒരു ജാതി ഇതാണ്. എന്നാലും കുഴപ്പമില്ലാത്ത സ്ഥലമാണ് കേട്ടോ മസ്കറ്റ്. അങ്ങനെ അവിടെ ഒരു 5-6 വർഷം ആ ഒരു ഫ്ലാറ്റിൽ കഴിഞ്ഞു. പിന്നത്തെ വിശേഷം അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചാനലിടുന്നത് എന്തിനാണെന്നറിയാം, യൂട്യൂബ് ചാനലിടുന്നത് എന്തിനാണെന്നറിയാം, ചാരിറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആരാരും ഇത് കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബിന് വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം, വലൈക്കും അസ്സലാം.